അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി യോശുവായുടെ പുസ്തകം 1-ാം അധ്യായം 5-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടിയിരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മോശയുടെ ശുശ്രൂഷകാലം കഴിഞ്ഞപ്പോൾ ദൈവം മോശയുടെ ദാസനായിരുന്ന യോശുവയെ ഇസ്രയേലിൻ്റെ നേതാവായി ഉയർത്തി. മോശയ്ക്ക് ആ സമയത്ത് മുതിർന്ന മക്കളുണ്ടായിരുന്നെങ്കിലും ദൈവം അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ഇസ്രയേലിനെ ഭരിക്കുന്നതിനായി 70 പേരെ തിരഞ്ഞെടുക്കുവാൻ മോശയ്ക്ക് ദൈവം നിർദ്ദേശം കൊടുത്തപ്പോൾ ആ 70 പേരിൽ ഒരുത്തനായി പോലും യോശുവ ഉയർത്തപ്പെട്ടില്ല. കാരണം യോശുവയുടെ വിശ്വസ്തത വലിയതായിരുന്നുവെന്ന് യഹോവ മനസ്സിലാക്കിയിരുന്നു. യോശുവ യഹോവയുടെ ആലയം വിട്ട് പിരിയാതെ ദൈവഭയമുള്ളവനായി മോശയെ സകലത്തിലും സഹായിച്ചു. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പലകകൾ ദൈവത്തിൽ നിന്നും വാങ്ങുന്നതിനായി സീനായ് മലയിൽ മോശ കയറിയപ്പോൾ യോശുവയും കൂടെ കയറിയിരുന്നു. 40 ദിവസം വരെ മോശ യഹോവയുടെ സന്നിധിയിൽ സമയം ചിലവഴിച്ചപ്പോൾ മോശ വരുവാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് താമസിക്കുന്ന ഇസ്രയേൽ ജനവും അവരെ നിയന്ത്രിക്കുവാൻ മോശ ഏൽപ്പിച്ച അഹരോനും യഹോവയെ വിട്ടുമാറി പൊന്നുകൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിച്ച് തുടങ്ങിയെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ മോശ നിർത്തിയ മോശയുടെ ദാസനായ യോശുവ മോശ വരുന്നതുവരെയും മോശയെ ക്ഷീണിക്കാതെ കാത്തിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഓർക്കുക, നാം ദൈവത്തോട് കാണിക്കുന്ന ചെറിയ നന്ദിയും സ്നേഹവും അനുസരണവും ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മോശയുടെ മരണ ദിവസം അടുത്തപ്പോൾ യഹോവ മോശയോട് പറയുകയാണ്, നീ യോശുവയെ നിനക്ക് പകരം ജനത്തെ നയിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടുവരിക എന്ന്. മോശ മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നപ്പോൾ യഹോവ യോശുവയോട് പറഞ്ഞ വാക്കുകളാണ് മുൻപ് നാം കേട്ടത്. ഞാൻ മോശയോട് കൂടിയിരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. എന്നാൽ യോശുവേ, നീ ഒരു കാര്യം മറക്കരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിത ശൈലിയാക്കണം എന്നാണ് അർത്ഥം. ഏത് കാര്യവും നാം പല പ്രാവശ്യം ചെയ്താൽ അത് നമ്മുടെ ശീലമായി തീരും. ചില വ്യക്തികൾ മദ്യം കഴിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ്. അത് പക്ഷേ ദുശ്ശീലമാണെന്ന് മാത്രം. ചില വ്യക്തികൾ ദിവസവും രാവിലെ 1 മണിക്കൂർ നടക്കുവാൻ പോകാറുണ്ട്. 10 ദിവസം തുടർച്ചയായി രാവിലെ 1 മണിക്കൂർ നടക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഒരു ശീലമായി തീരും. അത് നല്ല ശീലം തന്നെയാണ്. ചില വ്യക്തികൾ എന്തു പറഞ്ഞാലും വളരെ മോശമായ വാക്ക് ഉപയോഗിക്കാറുണ്ട്. 10 പ്രാവശ്യം ഒരു മോശമായ വാക്ക് ആവർത്തിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ ശീലമായി മാറും. അത് പക്ഷേ ദുശ്ശീലമാണെന്ന് മാത്രം. ഒരു ദുശ്ശീലവും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുന്നില്ല. നല്ല ശീലമുള്ള ആളായിരുന്നു യോശുവ എന്ന ദേവദാസൻ. എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മകനെ, 10 ആളുകൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ 11ാമത് ഒരാൾ നിന്നെ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾ നീ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ 2ാമതൊരാൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന്. നല്ല സ്വഭാവം നമ്മിൽ ഉണ്ടാകുവാൻ നാം ചെയ്യേണ്ടത്, നാം എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുവോ അപ്രകാരം ജീവിക്കുക എന്നതാണ്. ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് കൽപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന്. യോശുവ ദൈവത്തിൻ്റെ പ്രമാണം കൃത്യമായി അനുസരിച്ചു. അതുകൊണ്ട് അവൻ നടത്തിയ ഒരു യുദ്ധത്തിലും ഒരു ശത്രുവും അവൻ്റെ മുമ്പിൽ നിവർന്നു നിന്നില്ല. യോർദാനിലെ വെള്ളം യോശുവയുടെ മുന്നിൽ യഹോവ വറ്റിച്ചു കളഞ്ഞു. യെരിഹോ കോട്ട യോശുവയുടെ മുമ്പിൽ തകർന്നു വീണു. അനേകം രാജാക്കന്മാർ യോശുവയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ തകർന്നു വീണു. അത് ന്യായപ്രമാണം അനുസരിക്കുന്ന ജീവിതത്തിൻ്റെ ഗൈഡ് ലൈനായി ന്യായപ്രമാണത്തെ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ ഇന്നും ഒരു മനുഷ്യനും നിൽക്കുകയില്ല. തന്നെയുമല്ല, ദൈവവചനം അനുസരിക്കുന്ന രാജ്യങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്, വ്യക്തികളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിലെ ജനങ്ങൾ
ബൈബിൾ വായിക്കുവാനും അനുസരിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും തുടങ്ങുമ്പോൾ ദൈവം ആ രാജ്യത്തെ ഉയർത്തുകയും അതിലെ ജനങ്ങളെ മാനിക്കുകയും ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്നത്. ദൈവത്തെ നിന്ദിക്കുന്നവരെ ദൈവം ഒരിക്കലും നിന്ദിക്കുകയില്ല. എന്നാൽ അവരോടൊക്കെ നിന്നെതിരായി തീരുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് കീശിൻ്റെ മകനായ ശൗൽ എന്ന രാജാവ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് രാഷ്ട്രം തിരിച്ചറിഞ്ഞപ്പോൾ മഹത്തരമായ 3 കാലഘട്ടമാണ് ഇംഗ്ലീഷ് ചരിത്രത്തിൽ കടന്നു വന്നത് എന്ന് പറയപ്പെടുന്നു. ഒന്നാമതായി ആൽഫ്രഡ് ദ ഗ്രേറ്റിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ വിവർത്തനം ചെയ്യുകയുണ്ടായി. അത് നിമിത്തം ഭിന്നതയിൽ നിന്നും അനൈക്യത്തിൽ നിന്നും ഇംഗ്ലണ്ട് ഉയർത്തെഴുന്നേറ്റു. രണ്ടാമതായി രാജ്ഞി എലിസബത്ത് I കാലത്ത് ഇംഗ്ലണ്ട് ലോകശക്തിയായി ആദ്യമായി വളർന്നു. എലിസബത്ത് I ആണ് ഔദ്യോഗികമായി ബൈബിളിൻ്റെ പ്രചരണം രാജ്യത്ത് പ്രോത്സാഹിപ്പിച്ചത്. മൂന്നാമതായി വിക്ടോറിയ രാജ്ഞിയുടെ കാലത്ത് സാമ്രാജ്യം ശക്തിയും പ്രതാപവും വിസ്തൃതിയും പ്രാപിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ഉയർച്ചയുടെ രഹസ്യം എന്താണെന്ന് ഒരു വിദേശ ഭരണാധികാരിയുടെ ചോദ്യത്തിന് വിക്ടോറിയ കൊടുത്ത മറുപടി ദൈവത്തിൻ്റെ വചനവുമാണ് ഇംഗ്ലണ്ടിൻ്റെ ഉയർച്ചയുടെ രഹസ്യം എന്നാണ്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ ദൈവത്തെയും ദൈവവചനത്തെയും മാനിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ ദൈവം ആ രാഷ്ട്രത്തെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ഉയർത്തി. എന്നാൽ പിന്നീട് വന്ന ഭരണാധികൾ സ്വാർത്ഥന്മാരും ദ്രവ്യാഗ്രഹികളും ദൈവഭയമോ ദൈവവചനത്തോടുള്ള അനുസരണമോ ഇല്ലാത്തവരും മറ്റു രാഷ്ട്രങ്ങളെ അകാരണമായി ദ്രോഹിക്കുകയും നിരായുധരായ സാധുക്കളെ കൊന്നുമുടിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയിടുകയും ചെയ്യുന്നവരായി തീർന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇപ്രകാരം പ്രവർത്തിച്ചപ്പോൾ ദൈവം ആ രാഷ്ട്രത്തെ തള്ളിക്കളഞ്ഞു. ഇന്ന് ഇംഗ്ലണ്ടിനെ ശ്രീലങ്ക പോലും പേടിപ്പിക്കും. അവിടെയുള്ള ദേവാലയങ്ങൾ അടയുന്നതിനനുസരിച്ച് അവിടെ സകലവിധ പ്രശ്നങ്ങളും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ പേരും പദവിയും നഷ്ടപ്പെട്ട് ലോകരാഷ്ട്രങ്ങളിടയിൽ ഒരു പ്രധാന സ്ഥാനവും ഇല്ലാതായി തീർന്നു. യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ പ്രവൃത്തി സാധിക്കും എന്ന്. അതിന് നാം ചെയ്യേണ്ടത് ന്യായപ്രമാണം നമ്മുടെ വഴികാട്ടിയായി ഉപയോഗിച്ച് ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ജീവിക്കുക എന്നതാണ്. നാം അപ്രകാരം ചെയ്താൽ നമ്മെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പ്രതികൂലങ്ങൾ നാം പോലും കാണാതെ അപ്രത്യക്ഷമാകും. ആയതിനാൽ നമുക്ക് യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ അവസരം ഉണ്ടാകേണ്ടതിന് അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് യേശുവിനെ മാനിക്കാം. അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയുടെ വചനം വായിക്കാതിരിക്കുന്നെങ്കിൽ, അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ, അങ്ങയുടെ വചനം വായിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും അങ്ങയെ തിരിച്ചറിയുവാനും അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.